ഒരു കൊലപാതകത്തിന്റെ വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് മാറും മുമ്പ് കേരളത്തിന്റെ ശ്രദ്ധ മറ്റൊരു കേസിലേക്ക് കൂടി, മറ്റൊരു മരണത്തിലേക്ക് കൂടി തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ കോട്ടയത്ത് കൊല്ലപ്പെട്ട മീര വിജയകുമാർ ദമ്പതികളുടെ മകൻ ഗൗതം വിജയകുമാറിന്റെ തന്നെ മരണം, ആ മരണത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിന്റെ ആകെ ശ്രദ്ധ ചെന്നെത്തിയിരിക്കുന്നത്. 2017 ജൂൺ 3-നാണ് ഗൗതം വിജയകുമാർ കൊല്ലപ്പെടുന്നത്. ഈ ജൂണിൽ ഈ റെയിൽവേ ട്രാക്കിന് സമീപം, അതായത് ഇപ്പോൾ ജെയിൻ റിപ്പോർട്ട് ചെയ്ത അതേ റെയിൽവേ ട്രാക്ക്, കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപമാണ് ഈ ഗൗതം വിജയകുമാറിന്റെ ഈ മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹത്തിന് 240 മീറ്റർ മാത്രം അപ്പുറത്ത് നിന്നും ഒരു കാർ, അതായത് ഗൗതം സഞ്ചരിച്ചിരുന്ന കാർ കണ്ടെത്തി. ഈ കാറിനകത്ത് നിറയെ രക്തമായിരുന്നു എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകളിലൊക്കെ പരിശോധിച്ച അഭിഭാഷകനടക്കം ഇപ്പോൾ പറയുന്നത്. നിറയെ രക്തമായിരുന്നു, ഡോറിലും സീറ്റിലും ഒക്കെ തന്നെ രക്തമായിരുന്നു എന്നാണ്. ഈ രക്തക്കറകൾ കണ്ടിട്ടും പോലീസ് പറഞ്ഞത് ഗൗതം സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചാണ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ്. അതേസമയം ഈ വിജയകുമാറും മറ്റു കുടുംബാംഗങ്ങളും ഈ ഒരു വാദം വിശ്വസിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഹൈക്കോടതി അടക്കം ഇക്കാര്യത്തിൽ ഒരു തുടരന്വേഷണം ആവശ്യപ്പെട്ട് സമീപിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും ഒരേ നിഗമനത്തിലാണ് എത്തിയത്. അതായത് ഈ കേസ് അന്വേഷിച്ചത് ആദ്യം ലോക്കൽ പോലീസാണ്, അതേ നിഗമനത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചും പിന്നീട് എത്തിയത്. അതായത് ഗൗതം വിജയകുമാർ തനിയെ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ്. എന്നാൽ ഈ രക്തക്കറകൾ അടക്കം, അതുപോലെ തന്നെ ഈ കാറും ഈ റെയിൽവേ ട്രാക്കും തമ്മിലുള്ള ദൂരത്തിന്റെ വ്യത്യാസം, ഇതൊക്കെ കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ കേസ് CBIക്ക് കൈമാറണം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ വലിയ നിയമ പോരാട്ടത്തിന് ശേഷം, വിജയകുമാർ നടത്തിയ വലിയ നിയമ പോരാട്ടത്തിന് ശേഷം കഴിഞ്ഞ മാസം മാർച്ച് 21-ന് അത്തരത്തിലൊരു അനുകൂലമായ വിധി നേടി സന്തോഷത്തോടെ തിരികെ പോയവരാണ് ഇന്ന് കൊല്ലപ്പെട്ടതായി നമുക്ക് മുന്നിൽ ഞെട്ടലോടെ നമ്മൾ ആ വാർത്ത കേട്ടത്.